ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ. ലഞ്ച് ബോക്സിലേക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പറ്റിയ ഇഷ്ടപ്പെട്ടൊരു ഐറ്റംസാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് സിമ്പിളാണ് എന്നാൽ ടേസ്റ്റിയാണ് കേട്ടോ. എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് പഴമാണ് ഇട്ടുള്ളത്, നീന്ത്രപ്പഴം കുറച്ച് അധികം പഴുത്തത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു പഴത്തേക്ക് ഇപ്പോൾ ഒരു വലിയ തേങ്ങയാണെങ്കിൽ പകുതി മതി. ഇതിപ്പോൾ ഞാൻ ഒരു കുഞ്ഞി തേങ്ങയാണ് ഇട്ട് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചി കഷ്ണവും പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പില, വറ്റൽമുളക് ഉണ്ടെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇത് പുളിശ്ശേരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കടുകും കറിവേപ്പിലയും ഇട്ടെടുക്കാം. പുളിശ്ശേരി പൈനാപ്പിളൊക്കെ വെച്ച് റെഡിയാക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പഴത്തിൻ്റെതായതുകൊണ്ട് പഴം നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പഴം ആയതുകൊണ്ട്. പച്ചമുളക് ചേർക്കാം. പച്ചമുളകും എരിവും പുളിയും മധുരമൊക്കെ ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മളെ പുളിശ്ശേരിക്ക്. ഈ ഒരു ടൈമിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഒന്ന് ഈ ഒരു ടൈമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഞാനൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ മൊരിഞ്ഞിങ്ങനെ ഒന്ന് സെറ്റായി വരുമ്പോഴേക്ക് നമുക്ക് തേങ്ങയിലേക്ക് ക്യൂമിൻ സീഡ് കുറച്ച് ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകല്ലേ അത്, പിന്നെ ഫെനൽ സീഡ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് അതില്ല, അപ്പോൾ ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു ഇതിലേക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി കൂട്ടിയിട്ട് നമുക്കിതെല്ലാം കൂട്ടി മിക്സ് ചെയ്തിട്ട് ഒന്ന് അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു പഴം ഇതിൻ്റെ നന്നായിട്ട് പഴുത്തത് തന്നെയാണ്, അപ്പോൾ അധികം ഒന്നും ഉടക്കണ്ട. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാനിതിലേക്ക് ഈ ഒരു അരപ്പും കൂടി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം മിക്സിൻ്റെ ജാറിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ഇതൊന്ന് കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഞാൻ അടുപ്പത്ത് കുറച്ച് വെള്ളം ഉണ്ടായിന് കേട്ടോ, നമുക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ലേ, അതിൽ നിന്ന് കുറച്ച് എടുത്ത് മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര വെള്ളം തന്നെ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഇതാണ് ഇന്നത്തെ ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഉണ്ടാക്കാനും നല്ല സിമ്പിളല്ലേ. രാവിലെ തന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ചൂടിൽ തന്നെ നമുക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ നല്ല പുളിയുള്ള തൈര് തന്നെയാണ് കുറച്ചൊക്കെ. അപ്പോൾ ഞാനിതിലേക്ക് തൈരും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ. ഇത്ര പണിയുള്ളൂ. ഇനി നമുക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കാം.
ലഞ്ച് ബോക്സിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് മീൻ ഫ്രൈ ചെയ്തതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഇത് രണ്ടുമാണ് കേട്ടോ കുട്ടികൾക്ക് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ്. പുളിശ്ശേരി നമ്മളെ പുളിശ്ശേരി ഇതൊക്കെ ഞാൻ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലഞ്ച് റെഡിയാക്കുമ്പോൾ ബോക്സിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മീനും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ ഒരു പുളിശ്ശേരിയും കുറച്ചധികം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യേണ്ടി വരില്ലേ, അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാ അല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.